അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്വന്തം മക്കളോട് കാണിക്കാത്ത സ്നേഹം മറ്റുള്ള കുട്ടികളോട് കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ചില മാന്യന്മാർ, അത് അവർക്ക് ഒരു കാരണവശാലും റിയലായിട്ട് മക്കളെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും നമ്മളെ സ്വന്തം മക്കളെ ആ ഒരു സ്നേഹം കാണിക്കാണ്ട് നിൽക്കാൻ കഴിയില്ല. സ്വന്തം മക്കളോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്ക്. ഇതൊന്നും സ്വന്തം മക്കളോട് കാട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആ വീട്ടിൽ ആ പോകുന്ന വീട്ടിൽ കുഞ്ഞുങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ല വരുന്നത്, നിങ്ങളെ ലൈനാക്കാൻ, നിങ്ങളെ ലൈനിടാൻ വേണ്ടി, നിങ്ങളെ ആസ്വദിക്കാൻ വേണ്ടി മാത്രം വരുന്നതാണ്. അയ്യോ, രാവിലെ കുഞ്ഞുങ്ങളെ കാണണം, രാവിലെ കുഞ്ഞിനെ എടുക്കണം, രാവിലെ ഇയാളെ കയ്യിൽ നിന്ന് കൊടുത്താലേ ഭക്ഷണമൊക്കെ കഴിക്കൂ, ഇയാളെ ചോക്ലേറ്റും കാത്ത് കുഞ്ഞ് നിൽക്കും. അയ്യോ, അങ്ങനെ മഹിമ പറഞ്ഞ് നടക്കുന്ന കുറേ വീട്ടുകാരുണ്ട്. ആ വീട്ടുകാർ ശരിക്കും ശ്രദ്ധിക്കുക. വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി തന്നെ വരുന്നതാണ്, ഒന്നിനുമല്ല മോളെ ആസ്വദിക്കാൻ വരുന്നതാണെന്നുള്ള കാര്യം മറക്കണ്ട. അപ്പം ഇങ്ങനെയുള്ള കുറേ മാന്യന്മാർ നാട്ടിലുണ്ട്. അപ്പം പെണ്ണുങ്ങൾ ഉദ്ദേശിച്ച് ഒരു ഉമ്മയാകുക എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഉമ്മമാർ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇങ്ങനെയുള്ള കാലമാടന്മാർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സ്വന്തമായിട്ടൊന്ന് കെയർ ചെയ്യുക. നല്ലൊരു ജീവിതമായിരിക്കും അത്. അങ്ങേയറ്റം വഷളാക്കി തരാൻ വേണ്ടി മാത്രം വരുന്നതാണ്. ചിലപ്പോൾ ഇവനൊന്നും നോക്കാനുണ്ടാവില്ല, ഇവനൊന്നും ചിന്തിക്കാനില്ല, അങ്ങനത്തെ ഓനായിരിക്കും. അപ്പം ഓന് രണ്ടും കൽപ്പിച്ചിറങ്ങി വരുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ കൊണ്ട് നടക്കുക മാത്രമല്ല, അങ്ങനെ എക്സ്ട്രാ എന്തൊക്കെ ചെറിയ ചെറിയ പരിപാടി, ചെറിയൊരു ഫംഗ്ഷൻ വരുമ്പം ഈ കുട്ടീനെ വെച്ചിട്ട് ഭയങ്കര ഒരു ബർത്ത്ഡേ പാർട്ടി ആയിക്കോട്ടെ, ഒക്കത്തിനും വലിയ ആർഭാടാക്കിയിട്ട് ഇവനങ്ങ് മാറ്റുക. അങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ടവന്മാർ ഒരുപാടുണ്ട്. അപ്പം നമ്മുടെ പെണ്ണുങ്ങൾ വേണം ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ കാര്യം പോക്കാണ് ഗായ്സ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ വൃത്തികെട്ടവന്മാരൊന്നും നിങ്ങൾ വീട്ടിൽ അടുപ്പിക്കരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. അടുപ്പിക്കരുത്. എന്തിനാണ്? നമുക്ക് നമ്മളെ മക്കളെ സ്നേഹിക്കാൻ നമുക്കറിയാം. വല്ലവരും കൊണ്ടുവന്നിട്ട് ചോക്ലേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് പൈസ കൊടുത്താൽ ചോക്ലേറ്റ് വാങ്ങിച്ച് നമ്മളെ മക്കൾക്ക് കൊടുത്താൽ പോരെ? അപ്പം എല്ലാ കാര്യം നമ്മളെ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കാര്യം പോക്കാണ് കേട്ടോ. കാര്യം പോക്കെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, എങ്ങനെയായിരിക്കും നമുക്ക് അത്രയും മറ്റുള്ള കുട്ടികളോട് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ സ്വന്തം മക്കൾ ആവശ്യപ്പെടുന്നത്? ഒരു സാധനവും കൊണ്ട് കൊടുക്കില്ല, അതുങ്ങളെ കൂട്ടിയിട്ട് നടക്കില്ല. ഇതെന്താ വെള്ളരിക്ക പട്ടണ? ഒക്കെ എന്തേ മനസ്സിലാവില്ലേ? മന്ദബുദ്ധികളാണ് ഗൈസ്. ഈ ചില ആണുങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് പറയാണ്, പകരം വേറെ ഏട്ടൻ്റെയോ അനിയൻ്റെയോ അല്ല അയൽവക്കത്തോ ഉള്ള കുഞ്ഞുങ്ങളെ കാണിട്ട് പടച്ച റബ്ബേ ദുനിയാവിലൊന്നും നിൽക്കില്ല. അങ്ങനെയാണ്, ഒക്കെ ആക്ടിങ് ആണ്, റിയലൊന്നല്ല. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.